പ്രാക്ടീസ് സൈലൻസ്, നിശബ്ദത പുലർത്തുക. പ്രാക്ടീസ് സൈലൻസ് സംബന്ധിച്ച് ഡെയിലി തിങ് ആണ്. പ്രാക്ടീസ് ടൈംസ് ഓഫ് ഡെയിലി സൈലൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. നമ്മൾ ആദ്യമേ ഒരു വേദപുസ്തകത്തിന് ഇപ്പം നമ്മൾ 19-ാം സങ്കീർത്തനം വായിച്ച്, സൂര്യൻ്റെ ഒരു പകലും രാത്രിന് പിന്നെ അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, സംഭാഷണമില്ല. അവർ അന്യോന്യം അവർ ചെയ്യേണ്ട ജോലി ചെയ്ത് മനോഹരമായിട്ട് തീർക്കുന്നു. ഒക്കെ ഈ 19-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചു കർത്താവിന് മുമ്പിൽ പിന്നെ അല്പനേരം മിണ്ടാതിരിക്കുക. അവർക്ക് ഭാഷണവും ബഹളവും ശബ്ദവും ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനെ കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നത്? ദിസ് ഈസ് വെരി സിമ്പിൾ ഇല്ലേ? പ്രാക്ടീസ് ടൈംസ് ഓഫ് ഡെയിലി സൈലൻസ് ബിഫോർ ഗോഡ്. അത് സ്റ്റാർട്ട് ദ മീറ്റിംഗ് വിത്ത് സൈലൻസ്. ഇറ്റ് ഓവൺ ചേഞ്ചസ് ദ ഡിറക്ഷൻ ആൻഡ് ദ ടോൺ ഓഫ് ദ ഗ്രൂപ്പ്. അതായത് ഏതൊരു കൂട്ടായ്മയിലും ആദ്യം ഒരു ചെറിയ പ്രാർത്ഥന എടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് us to bring together to one in one accord. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അല്പനേരം ഒന്ന് മൗനമായിട്ടിരിക്കുക. മൗനമായിട്ടിരിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും മിണ്ടാൻ കഴിവുള്ളവരല്ലെങ്കിൽ ദർ ഇസ് നോ കമ്പൽഷൻ ദാറ്റ് എവറിബഡി ഷുഡ് ടോക്ക് ഇല്ലേ. അപ്പോൾ മിണ്ടാതിരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ റെവലേഷൻ കിട്ടാൻ, കർത്താവിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാനും, മിണ്ടിയില്ലേലും അപ്പച്ചൻ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ എനി ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ടു ഹാവ് പ്രൊവൈഡ് സ്പേസ് ആൻഡ് ടൈം ടു ബി സൈലൻറ്റ്. അലൗ ദ പേഴ്സൺ ടു pour their heart, their offenses, anger, share their pain while you silently listen. അത് വേറൊരു പോയിൻ്റാണ്. അതായത് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ഒത്തിരി ഹേർട്ടായിട്ടുള്ളൊരു വ്യക്തിയെ മാത്രം മാറ്റി നിർത്തി വെച്ച് അവർ പറയുന്നത് മുഴുവൻ അങ്ങ് കേൾക്കുക. അത് ഈ TV പ്രോഗ്രാമത്തിനകത്ത് പലരും എന്നെ വിളിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കും, അവർക്ക് എൻ്റെ നിന്ന് ഉത്തരം എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല, പക്ഷേ ദേ ജസ്റ്റ് വോണ്ട് ടു ടെൽ മീ സം തിങ്സ്. അപ്പോൾ അവർ പറയുമ്പോഴേ ഞാനങ്ങ് ഹോളി സ്പിരിറ്റിന് വിട്ടു കൊടുക്കും. കർത്താവ് ഇത് കേട്ടോണേ, എനിക്കിതിനൊന്നും ഉത്തരമില്ല, യു ടേക്ക് കെയർ, അങ്ങനെ ഞാൻ പറയും. എന്നിട്ട് ഞാൻ ചില വചനങ്ങൾ ദൈവം പറയുന്നത് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞുകൂടാ. ദേ ബിലീവ്, അങ്ങനെ ബിലീവ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും, ഒരു 21 ദിവസം ഈ വചനം മാത്രം എടുത്ത് അങ്ങോട്ട് ചൊല്ല്, കർത്താവ് എന്താ തരുന്നത് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കും, അവരത് പ്രാപിച്ചെടുക്കുന്നതും കാണാം. ഇത് അവരുടെ വേദന ഒരാൾ പറഞ്ഞു കേട്ടു എന്ന് വരുമ്പോൾ their heart becomes silent. അതായത് എന്നെ കേൾക്കാൻ ഒരു വ്യക്തി മതി, 2 പേര് വേണ്ട കേട്ടല്ലേ, 2 പേര് വേണ്ട, ഒരാൾ ആത്മാർത്ഥമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ജീവിതം സുഖം. അപ്പോൾ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഭർത്താവ് മിണ്ടാത്തയാളും ഭാര്യ മിണ്ടുന്ന ആളുമാണെങ്കിൽ ഭാര്യ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭാര്യ വിചാരിക്കും മനുഷ്യന് എന്നോട് ഇഷ്ടമില്ല എന്ന്, കാരണം ഇദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. എന്നാൽ ഈ സമയത്ത് വല്ല കോന്തന്മാർ വന്നേച്ച് വലിയ സ്നേഹം കാണിക്കും, വാഗുണ്ട് ഒന്ന് പറ, അവസാനം ഈ പെണ്ണുങ്ങൾ വിചാരിക്കും ഇവൻ ആ സ്നേഹമുള്ളത്. ഇവിടെ മിണ്ടാതിരുന്ന ഒരു മനുഷ്യൻ അധികമായ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഈ സ്ത്രീകൾ ഈ പുരുഷൻ്റെ പുറകെ പോകും, കുടുംബജീവിതം നശിപ്പിച്ചു കളയും. അപ്പം ഈ മിണ്ടാതിരിക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വം മനസ്സിലാക്കണേ പോലും ദൈവത്തിൻ്റെ ആത്മാവ് വരണം. മിണ്ടുന്നവരുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിലും ദൈവം നമ്മുടെ കൂടെ വരണം. അങ്ങനെ 2 പേഴ്സണാലിറ്റി, 2 ക്യാരക്ടറുള്ളവരെയാണല്ലോ ഒട്ടിക്കുന്നത്. അങ്ങനെ ദൈവം കൊണ്ടുവരുമ്പോൾ ഇതിനിടയ്ക്ക് കള്ള പിശാച് ഒരു ദുഷ്ടനെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആഗ്രഹത്തിന് പറ്റിയ ഒരു ചതിയനെ കൊണ്ടുവന്ന് കുടുംബജീവിതം നശിച്ചു. എങ്ങനെ പോയാലും ദൈവം സൃഷ്ടിച്ച കുടുംബജീവിതം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പിശാച് നടക്കുമ്പം പലപ്പോഴും ചതിവിൽ വീഴുന്നത് ഇമോഷണലി അപ്ഹീവലായിട്ട്, അതായത് മാനസികമായിട്ട് വിഭ്രാന്തിയുള്ളവർക്കാണ്. സ്റ്റേബിളായിട്ടുള്ളവർക്ക് അത് വരത്തില്ല. ഒരാളെങ്കിലും സ്റ്റേബിൾ ആകും, അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. പക്ഷെ ആ ഒരാളെ അനുസരിക്കുന്ന സ്വഭാവം മറ്റേയാൾക്കുണ്ടായെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് തുഴഞ്ഞു പോകാൻ സാധിക്കും. ഒന്നാമത് പടക് വെള്ളത്തിലായിരിക്കണം, പടകിൽ യേശു ഉണ്ടായിരിക്കണം. ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കിടന്ന് നമ്മൾ വെപ്രാളപ്പെടുത്തിയുള്ളൂ. അപ്പം സൈലൻസ് ഹെൽപ്സ് us to be balanced. അതായത് നമ്മുടെ ദൈവസന്നിധിയിൽ വന്ന് മിണ്ടാതിരിക്കുമ്പം നമ്മുടെ ഫ്രസ്ട്രേഷന്, ഡിസപ്പോയിൻമെൻറ്റ്, എൻ്റെ ആങ്കർ, അതായത് എൻ്റെ വെപ്രാളം, എൻ്റെ ഭയം, എൻ്റെ സംശയങ്ങൾ, പിന്നെ പല ചിന്തകൾ, ഇതെല്ലാം ദൈവത്തിലോട്ട് നമ്മൾ പറയുകയാണ്. അത് ദൈവം കേൾക്കും. കേൾക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കേൾക്കും. അതിനെനിക്കൊരു അനുഭവം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ്, പറഞ്ഞു അറിയാതെ അതിനകത്ത് ബലഹീനത വരും, ഷുവറാണ്, വർത്തമാനം പറയുന്നവർക്കോട്. പക്ഷേ ദൈവം അപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം ഒത്തിരി മനസ്സിൽ വേണ്ടാത്ത നെഗറ്റീവ് തോട്ട്സുകൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് ആ ടൈമിൽ.
അപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ രീതി മാറും, ശബ്ദത്തിൻ്റെ സൗണ്ട് മാറും, എല്ലാം വ്യത്യാസമാണ്. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഒരു പടമുണ്ടല്ലോ, ഈ കർത്താവ് സൈഡ് വ്യൂ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ഇത് 10-30 വർഷങ്ങൾക്ക് മുമ്പെങ്കിലുള്ള കാര്യമാണ്. പക്ഷെ ഇന്നെന്ന പോലെ ഓർക്കുക, ദൈവം അത് ഓർപ്പിക്കുന്നു. കർത്താവ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പാറയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പടം മിക്ക ഭവനങ്ങളിലും ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. ആ കർത്താവിൻ്റെ അതേ രൂപം ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്, സ്വപ്നമോ ദർശനമോ. ഞാൻ എന്നിട്ട് ഈ ഇസ്രായേൽ ജനതയെ പോലെ തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടി ഒരു ഉടുപ്പുമൊക്കെ ഇട്ട് കർത്താവിൻ്റെ മുമ്പിൽ മലയുടെ മുകളിൽ കർത്താവ് ഇരിക്കുന്നിടത്ത് ചെന്ന് നിൽക്കുകയാണ്. ഒരു രാത്രി മുഴുവനും ഞാൻ കർത്താവിനോട് എന്തൊക്കെയോ പറയുക. എൻ്റെ അമ്മായിപ്പൻ എന്ത് പറഞ്ഞു, അമ്മായിമ്മ ഇത് പറഞ്ഞു, ഭർത്താവ് അത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ 100 പേരുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല, പക്ഷേ ഞാൻ തലയാട്ടുന്നുണ്ട്, പറയുന്നുണ്ടെന്ന് എനിക്കും അറിയാം. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു സത്യം, യേശു എന്നെ ഒരു പ്രാവശ്യം പോലും നോക്കിയില്ല, തലയാട്ടിയില്ല, നോട് ചെയ്തില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കിനി പറയാനൊന്നുമില്ല. ഒരു ദിവസം മുഴുവൻ, ഒരു രാത്രി മുഴുവനും എൻ്റെ കൂടെ യേശു വന്നിരുന്നു. അന്ന് എനിക്ക് മാറ്റം സംഭവിച്ചു. കാരണം എൻ്റെ സകല പ്രശ്നം അന്ന് പറഞ്ഞു തീർത്ത്. ഇനി എന്തോ പറയാനാ, ഇനി ഉണ്ടാക്കി വല്ലതും പറയണം. അപ്പോൾ അതുവരെ ചെറുപ്രായത്തിൽ തൊട്ടുള്ള ജീവിതത്തിലെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും അന്ന് രാത്രി കേൾക്കാൻ യേശു വന്ന് എൻ്റെ അടുക്കൽ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേൾക്കുന്ന ഒരു ചെവി എൻ്റെ ദൈവത്തിനുണ്ട്. വേറെ ഒരിടത്തും ചെന്നാൽ അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ അങ്ങനെ കുറ്റം പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്ക് ചെന്നിട്ടില്ല. മനുഷ്യരോട് പറയത്തില്ല, മനുഷ്യരോട് പറഞ്ഞിട്ട് എന്തെടുക്കാൻ, വെറുതെ പ്രശ്നം ഉണ്ടാക്കി. എല്ലാവർക്കും ബലഹീനതയുണ്ട്, ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അന്ന് തൊട്ട് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. കാരണം എൻ്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം. പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ ഇപ്പോഴും ഐ ഗെറ്റ് ഇമോഷണലി അപ്സെറ്റ്. മറ്റുള്ളവരുടെ വേദന ഉണ്ട്, എങ്ങനെയും പരിഹരിക്കാം ഞാൻ ചിന്തിക്കും. പക്ഷെ അത് ഇപ്പോൾ ഒത്തിരി കർത്താവ് ബാലൻസ്ഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിലിരിക്കുമ്പം വി ഗെറ്റ് എ ബാലൻസ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എല്ലാം പറഞ്ഞു കഴിയുമ്പം നമ്മുടെ വേദനകളെല്ലാം സെഡിമെൻ്റ് പോലെ താഴോട്ട് പോയി കഴിയുമ്പം വെള്ളം ശുദ്ധമായി. അതാണ് ഈ കിണറിനകത്ത് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നോക്കിക്കോണേ, 10 അരിഞ്ഞാണമായി 15 അരിഞ്ഞാണമായി വെള്ളം കണ്ടോ? വെള്ളം കണ്ടില്ല. അപ്പോൾ നമ്മൾ പറയും വീണ്ടും കുഴിക്കുക, വീണ്ടും കുഴിക്കുക എന്ന് പറയും. വീണ്ടും കുഴിക്കും, താഴോട്ടിറങ്ങുകയാണ്. താഴോട്ടിറങ്ങി ഒരു 12 ആകുമ്പോഴത്തേക്ക് വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് നമുക്ക് വലിയ സന്തോഷമാണ്. സാധാരണ പണ്ടൊക്കെ വെള്ളം വരുമ്പം ലഡു വാങ്ങിച്ചു കൊടുക്കും, പായസം ഉണ്ടാക്കി കൊടുക്കും, അതൊക്കെ ചെയ്യാറാണ്. വെള്ളം കിട്ടിയില്ല, ഇപ്പോൾ അതിലും ചെയ്യാമെന്നൊരു. ഈ വെള്ളം കാണുമ്പം ആദ്യം വരുന്ന വെള്ളം കലക്ക വെള്ളമാണ്, നല്ല വെള്ളമല്ല. പക്ഷേ അതുകൊണ്ട് വെള്ളം കിണറഴുക്കാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ആ വെള്ളം വന്നു കഴിഞ്ഞ് ആ വെള്ളം മുഴുവനും കോരിക്കളഞ്ഞ് കിണർ വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു നെല്ലിപ്പലക വരെ അതിൻ്റെ അടിയിലിട്ട് കഴിയുമ്പോൾ പിന്നെ വരുന്ന വെള്ളം വിശുദ്ധമാണ്, കുടിക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിൽ നമ്മൾ കൊണ്ട് പകർന്നു കൊടുക്കുമ്പം അവൻ കേൾക്കും, അവൻ ശ്രദ്ധ വെച്ച് കേൾക്കും. പക്ഷെ അവൻ നോട് ചെയ്യത്തില്ല. കാരണം കർത്താവ് നോട് ചെയ്താൽ അത് സംഭവിക്കുമല്ലോ, അതുകൊണ്ട് മിണ്ടൂല. പക്ഷെ കേൾക്കുന്ന ഒരു ചെവിയുണ്ട്. അങ്ങനെ കേൾക്കുന്ന ഒരു ചെവിയാക്കി നമ്മളെ മാറ്റട്ടെ. അപ്പം പ്രാക്ടീസ് സൈലൻസ് പറയുന്നത്, ദ പ്രാക്ടീസ് ഓഫ് സൈലൻസ് എങ്ങനെയാണ്? സിറ്റ് വിത്ത് ഗോഡ് വിത്തൗട്ട് സേയിങ് എനിത്തിങ്, ഗിവ് ഗോഡ് ഫുൾ അറ്റൻഷൻ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നു വെച്ചാൽ ഒന്നും മിണ്ടാതെ അങ്ങ് ഇരിക്കുക, കുറച്ച് നേരം അങ്ങ് മിണ്ടാതിരിക്കുക. ആദ്യമെല്ലാം പറഞ്ഞു തീർത്തല്ലോ. പറഞ്ഞു തീർത്തേച്ച് നമ്മൾ ഇറങ്ങി ഓടല്ലേ, മാർത്തയുടെ കൂട്ട് വെള്ളം. പിന്നെ അവിടെ ഉണ്ടാക്കണതുണ്ടാകതല്ല, അതൊരു നമുക്കെല്ലാവർക്കും അത് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അന്നേരം അവിടെ കുറച്ച് നേരം കൂടെ ഇരുന്ന്, അല്ലെങ്കിൽ കർത്താവ് ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ചു, ഇത് രാത്രി ഞാൻ കിടക്കുമ്പോൾ നീ എനിക്ക് ദൈവത്തിൻ്റെ ദർശനം തരും, എന്തെങ്കിലും തരത്തിൽ കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കത്തക്ക വിധത്തിൽ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ് സൈലൻസ് എടുത്തപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞ് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അവർ പറയാണ്, ആൻറ്റി 5 മിനിറ്റ് ഞങ്ങൾക്ക് സൈലൻ്റ് ശബ്ദം മിണ്ടാതിരിക്കാൻ തന്നപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഓരോ വേദനയ്ക്കും, ഇങ്ങനെ ആ കുട്ടി പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ഓരോ വേദനയ്ക്കും പ്രശ്നത്തിനും അതിന് ചേർന്ന വചനം കാണിച്ച് ദൈവം തന്നെന്ന്. ഉത്തരം കേട്ടോ? വചനത്തിൽ കൂടാണല്ലോ ദൈവം സംസാരിക്കുന്നത്. അതാണ് പ്രാക്ടീസ് സൈലൻസ്.
വചനം അറിയണം കേട്ടോ. വചനം അറിയാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. വചനം അറിയണം. സിറ്റിംഗ് അവേഴ്സസ് ബിഫോർ ഗോഡ് ടേക്സ് ടൈം. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് സമയമുണ്ട്. ഇറ്റ് ക്യാൻ ഡ്രോ ഔട്ട് ദ മെസ് വി ഹാവ് ഇൻ നോട്ട് പ്രോസസ്ഡ്. നമ്മുടെ ഉള്ളിലുള്ള പ്രോസസ്സ് ചെയ്യാതെ കിടക്കുന്ന ജങ്കില്ലേ, അഴുക്കുകൾ, അതെല്ലാം പുറത്തു പോകണം. അതെല്ലാം പുറത്തു പോയേക്കത്തുള്ളൂ. അത് പുറത്തു പോകണം. ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം. ഇത് ദിനം പ്രതി ചെയ്യേണ്ടതാണ്. ഇതെൻ്റെ ഈ വചനം കേട്ടത് കൊണ്ടൊന്നും ഇത് ശരിയാകുന്നോ? ആൻറ്റി അത് പറഞ്ഞിട്ടുണ്ട്. നോ, യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. തന്നെത്താനെ ചെയ്തേ പറ്റൂ. തന്നെത്താനെ ചെയ്യാൻ ആദ്യം തുടങ്ങും. 1 മിനിറ്റ് ഒന്നും മിണ്ടുന്നില്ല, 1 മിനിറ്റ് ഒന്നും മിണ്ടുന്നില്ല. അത് ഇച്ചിരി നീണ്ട സമയമായിട്ട് തോന്നും. പിന്നെ 5 മിനിറ്റ്, പിന്നെ 5 മിനിറ്റിനകത്ത് നിർത്തിയാലും ദൈവം സംസാരിക്കും. പിന്നെ ചിലർ മിണ്ടാമടത്തിലുള്ള കന്യാസ്ത്രീകൾ, അവരെങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? അവരൊന്നും മിണ്ടുന്നില്ലല്ലോ. ആരെങ്കിലും ഒരാൾ പുറമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടേ അവർ മാത്രം ഒന്നും മിണ്ടുമെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം മിണ്ടാതെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ മിണ്ടി ജീവിതം തീർക്കുന്നവരാകാതെ അല്പസമയം ഒരു ബാലൻസ് കൊണ്ടുവരിക. മിണ്ടണ്ടിയപ്പം മിണ്ടുക, മിണ്ടണ്ടാത്തപ്പം മിണ്ടാതിരിക്കുക. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആരുടെയൊക്കെയോ തലയിൽ വലിയ ഭാരങ്ങൾ ഇറങ്ങിപ്പോന്നു. വലിയ പാണ്ടക്കെട്ടുമായിട്ടാണ് ഞങ്ങളിവിടെ ഇരുന്നത്. അനേക മക്കളുടെ പുറത്ത് വലിയ ഹെവി ലോഡ്. അവരുടെ തലയിലെ ചിന്ത കൊണ്ട് കഴുത്തിൻ്റെ മേളിലിരിക്കുന്ന തലയ്ക്ക് ഭാരം തോന്നിക്കുന്നു. അത് കൊച്ചു കുട്ടികൾ തൊട്ട് വലിയവർ വരെയുണ്ട്. ചെറുപ്രായക്കാരായ ഭാര്യ ഭർത്താക്കന്മാർ മിണ്ടിയും മിണ്ടാതെയും വഴക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. മിണ്ടിയാൽ അങ്ങേയറ്റത്തെ മിണ്ടാതിരുന്നാൽ മാസങ്ങളോളം വർഷങ്ങളോളം മിണ്ടാതിരിക്കുക. എന്തൊരു കാലം ആപ്പിച്ച. സൂര്യനസ്തമിക്കുന്നതിന് മുൻപേ പിണക്കം പറഞ്ഞു തീർത്ത് സ്നേഹത്തിലാണെന്ന് ദൈവം പറയുന്നു. ഇതിനൊന്നും ഒരു ബാലൻസ് ഇല്ല. ബാലൻസ് വേണമെങ്കിൽ പരിശുദ്ധാത്മാണ്. പ്രൊപ്പോർഷനേറ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എത്രമാത്രം പ്രശ്നം വലുതാണോ അത്രമാത്രം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് അപ്പച്ചൻ്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതാ ഇന്ന് ഞങ്ങൾ നിന്നോട് പറയാണ്, എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നിൻ്റെ മുമ്പിൽ വന്ന് മൗനമായിട്ടിരിപ്പാൻ ഞങ്ങളെ ഒരു പ്രത്യേക സമയം, ഒരു കിടക്കയിൽ എഴുന്നേൽക്കുന്നതിന് മുൻപാണെങ്കിലും 5 മിനിറ്റ് നിന്നോട് മാത്രം ചിന്തിച്ചിട്ട് എഴുന്നേൽക്കാനുള്ള കൃപ തരണം. അതല്ല നമ്മൾ എവിടെയെങ്കിലും പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോഴായിരിക്കും. മിണ്ടാതിരുന്ന് നിന്നെ അറിയാനുള്ള ഒരു കൃപയിട്ട് തരണം. മിണ്ടാതിരിക്കുമ്പോൾ നിൻ്റെ ശബ്ദം നല്ല ക്ലിയറായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ വെക്കും. ആ കേൾക്കുന്ന ശബ്ദം നിൻ്റേതാണെന്ന് ഉറപ്പിച്ച് തന്നാൽ അതിൽ ഉറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ കൃപ തരണം. അത് വചനം ദൈവത്തിൻ്റെത് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ വചനങ്ങൾ പൊങ്ങി വരും. കരുത് നീ ഞങ്ങളുടെ ഇടയനാണല്ലോ അപ്പച്ച. ആ ഇടയൻ്റെ ശബ്ദം കേട്ടിട്ട് ആ വഴിയിൽ കൂടെ പോകാനും അത് ഉദ്ദേശിച്ച സ്ഥലത്തെത്താനും ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കണേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.